70 വയസ്സ് പിന്നിട്ടവർക്കായി പുതുവത്സര ദിനത്തിൽ സംഘടിപ്പിച്ച വിനോദയാത്ര പുതുമയുള്ള അനുഭവമായി മാറി. തരുവണയിലെ പൊതുപ്രവർത്തകനായ തരുവണ പള്ളിയാൽ മൊയ്തൂട്ടിയുടെ 70ാം ജന്മദിനത്തോടനുബന്ധിച്ചായിരുന്നു സൗജന്യ യാത്ര ഒരുക്കിയത്. പല കാരണങ്ങളാൽ ജീവിതത്തിൽ ഒരിക്കൽ പോലും കടലും തീവണ്ടിയും വിമാനവും കാണാത്തവർക്കായി സംഘടിപ്പിച്ചതായിരുന്നു സ്നേഹയാത്ര എന്ന പേരിലുള്ള കണ്ണൂരിലേക്കുള്ള വിനോദയാത്ര. പൊതുപ്രവർത്തകനായ പള്ളിയാൽ മൊയ്തുട്ടി തന്റെ 70ാം ജന്മവാർഷികം വേറിട്ട രീതിയിലാക്കണമെന്ന ചിന്തയിൽ നിന്നാണ് സമപ്രായക്കാരുടെ കൂടെയുള്ള യാത്രയെക്കുറിച്ചുള്ള ആശയമുണ്ടായത്. തന്റെ പ്രായം പിന്നിട്ടിട്ടും തീവണ്ടി യാത്ര ചെയ്യാനും കടൽ കാണാനും വിമാനം കാണാനും കഴിയാത്തവരായി തന്റെ അയൽവാസികളായി നിരവധി പേരുണ്ടെന്ന ചിന്തയിൽ നിന്നാണ് സ്നേഹയാത്രയ്ക്ക് തുടക്കമാവുന്നത്. ഞാനൊരു എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. ഞാൻ ചില രാജ്യങ്ങളൊക്കെ കണ്ട ആളാണ്. പക്ഷേ ഇതുവരെ നമ്മുടെ നാട്ടിലും നമ്മുടെ പ്രായം ചെന്നവരൊക്കെ ജീവിതത്തിൽ ഇന്നുവരെ കടലോ തീവണ്ടിയോ അല്ലെങ്കിൽ വിമാനം അടുത്തുനിന്ന് കാണാനൊന്നും കഴിയാത്ത ആളുകളുണ്ടല്ലോ എന്നുള്ള ഒരു തോന്നൽ കുറച്ചു കാലങ്ങളായി എന്നെ അലട്ടിക്കൊണ്ടിരുന്നതാണ്. അത് പ്രാവർത്തികമാക്കാൻ എൻ്റെ ഈ സുഹൃത്തുക്കളെ അടുത്തിരിക്കുന്ന നാസറും ജമാലൊക്കെ മുന്നിട്ടിറങ്ങിയപ്പോഴാണ് നൗഷാദിന്ന് ഇവിടെ ഇല്ല. അവരൊക്കെയാണ് ഇതിൻ്റെ ഈ ആശയം ഞാനായിട്ട് പങ്കുവച്ച് ഇത് പ്രാവർത്തികമാക്കി വരും. പിന്നീട് നാട്ടുകാർ ആശയം ഏറ്റെടുത്ത് സജീവമായി രംഗത്തിറങ്ങുകയായിരുന്നു. തരുവണ പോസ്റ്റ് ഓഫീസ് പരിധിയിൽ നിന്നും ഇത്തരക്കാരെ കണ്ടെത്തി പുതുവത്സര ദിനത്തിൽ യാത്രയും നടത്തി. ഗോത്രവിഭാഗത്തിൽ നിന്നുൾപ്പെടെ 70 വയസ്സ് പിന്നിട്ട 79 പേരാണ് ഇന്നലെ നടന്ന സ്നേഹയാത്രയിൽ തങ്ങളുടെ ചിരകാലാഭിലാഷം പൂർത്തിയാക്കിയത്. നല്ല അടിപൊളി യാത്രയാണ്. മൊയ്തൂട്ടിക്ക് എന്നെന്നും ആയുസ് കൂടുതൽ കൊടുക്കട്ടെ. അത്രയും നല്ല സന്തോഷത്തോടെ മൊയ്തൂട്ടി കൊണ്ടുപോയല്ലോ. നമ്മൾ എവിടെയും കയറാത്ത സ്ഥലമല്ലേ. എവിടെയും തീവണ്ടിയിൽ പോയിട്ടില്ല. പിന്നെ കണ്ണൂർ വിമാനത്താവളം കൂടെ കണ്ടിട്ടില്ല. പിന്നെ കടൽ ഇതിൽ പോയിട്ടില്ല. പിന്നെ ഇവരെ ബീച്ച് എന്തോ ബീച്ചിൻ്റെ പേരുണ്ട്, പയ്യമ്പലം ബീച്ച്, അത് കണ്ടിട്ടില്ല. ഇതെല്ലാം കാണാനായത് മൊയ്തൂട്ടിൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് നമുക്ക് സാധിച്ചു. തലശ്ശേരിയിൽ നിന്നും തീവണ്ടി കയറി കണ്ണൂരിലിറങ്ങിയ സംഘം പയ്യാമ്പലം ബീച്ചും പിന്നീട് കണ്ണൂർ എയർപോർട്ടും സന്ദർശിച്ചു. എയർപോർട്ടിൽ ഇവർക്കായി സൗജന്യ സന്ദർശനത്തിന് എയർപോർട്ട് അധികൃതർ സൗകര്യമൊരുക്കിയിരുന്നു. സപ്തതി പിന്നിട്ടവരെ യാത്രയിൽ സഹായിക്കുന്നതിനായി വെള്ളമുണ്ട പഞ്ചായത്തിലെ 4 ജനപ്രതിനിധികളും 15-ലധികം യുവാക്കളും സ്നേഹയാത്രയോടൊപ്പം ഉണ്ടായിരുന്നു. നാടും നഗരവും മാറിയിട്ടും കാലത്തിനൊപ്പം സഞ്ചരിക്കാനാവാതെ പോയവർക്ക് മറക്കാനാവാത്ത അനുഭവമാണ് സ്നേഹയാത്ര സമ്മാനിച്ചത്. അബ്ദുള്ള പള്ളിയാൽ, മലനാട് ന്യൂസ്.